ഐ എം രാജശേഖരൻ, പുതിയതായി ചാർജ് എടുത്തു. ഹലോ, സാറിനോട് അസിസ്റ്റ് ചെയ്യുന്ന ആൻസി ഉണ്ടല്ലോ. ആൻസി ഞങ്ങൾ സഹോദരങ്ങളാണ്. ഐ മീൻ ഓർഫനേജിൽ ഒരുമിച്ചുണ്ടായിരുന്നതാ. ആൻസി 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 കാണുന്നു. അതിനാ വന്നത്. ആൻസി ഇതാ. താങ്ക് യു സർ. ഐ എം രാജശേഖരൻ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ഹലോ. വിൻസെന്റ് ഗോമസിന്റെ ഫയൽസ് അല്ലേ? അതെ. ഈ ഫയൽസ് ഒക്കെ എനിക്കൊന്ന് വേണം. കുറച്ച് റെഫറൻസിനാണ്. വെങ്കടാചലം പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? വിൻസെന്റ് ഗോമസിനെ അറസ്റ്റ് ചെയ്ത് ഞാനാണ്. ഓ ഐ സി. ആൻസി, വിൻസെന്റ് ഗോമസിന്റെ കേസ് എന്നല്ലേ? എങ്ങനെയുണ്ട്? ക്ലീൻ എവിഡൻസ് കയ്യിലുള്ളതുകൊണ്ട് ഇപ്രാവശ്യം പുള്ളി രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. വെങ്കടാചലം സാറിന് ഈ കേസ് ഒരു അഡീഷണൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ശരി. ഫയലുകൾ ആ പോലീസ് ഓഫീസർ വാങ്ങി. സാറ് പറഞ്ഞില്ലേ അയാൾ ഇപ്പൊ കാണുന്നില്ല. നോ മിസ്റ്റർ വെങ്കടാചലം, എന്റെ കീഴിൽ ഇവിടെ 2 എസ്പിമാരേ ഉള്ളൂ. 1 മിസ്റ്റർ ഖാലിദ്, 1 മിസ്റ്റർ ശിവപ്രസാദ്. ഐ തിങ്ക് യു ആർ ചീറ്റഡ്. താങ്ക് യു സർ. ടെൽ മീ ദ ട്രൂത്ത്. ഹൗ മച്ച്? വിൻസെന്റ് ഗോമസ് നിനക്ക് എത്ര പണം തന്നു? നോ സർ, നത്തിങ്. സാറ് പറഞ്ഞിട്ടാണ് ഫയലുകൾ കൊടുത്തത്. പച്ചക്കള്ളം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. നീ ചെറുപ്പമാണ്. നീ ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന് നിനക്കറിയില്ല. നീ ചെയ്തത് രാജ്യദ്രോഹമാണ്. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന കാരുണ്യത്തിന്റെ കണികയെങ്കിലും നിനക്ക് കിട്ടും. ഇല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല സർ. പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. മിസ്റ്റർ വിൻസെന്റ് ഗോമസ്, ആ ഫയലുകൾ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. അങ്ങയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കേണ്ട ഫയലുകളെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഓവർ സ്മാർട്ട് ആകരുത്. നിങ്ങൾ ബുദ്ധിമാനാണ്. ആ ഫയലുകൾ നശിക്കുന്നത് കൊണ്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്. ആൻസിക്ക് നിങ്ങൾ ക്യാഷായിട്ടാണോ ചെക്കായിട്ടാണോ പണം കൊടുത്തത്? ഞാൻ പണം കൊടുത്തിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഈ പെൺകുട്ടിയെ കാണുന്നത്. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. യുവർ ഓണർ, പ്രോസിക്യൂഷൻ മനഃപൂർവ്വം എന്റെ കക്ഷിയെ മിസ്ലീഡ് ചെയ്യുകയാണ്. കേസിനാസ്പദമായ രേഖകൾ അടങ്ങിയ ഫയലുകൾ സൂക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്, എന്റെ കക്ഷിയല്ല. ആ ഫയലുകൾ മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യം എന്റെ കക്ഷിക്കില്ല. കാരണം പോലീസ് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ചാരായ ലോറികൾ എന്റെ കക്ഷിയുടേതല്ല. അതേതോ ബോംബെ കമ്പനിയുടെ വകയാണ്. ആ ലോറികളുടെ രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യമാവുന്നതാണ്. രാജനിർമ്മിതമായ ബില്ലുകളും രേഖകളും നിരത്തി സമൂഹത്തിൽ മാന്യതയും വിലയുമുള്ള എന്റെ കക്ഷിയെ അപകീർത്തിപ്പെടുത്താനും നശിപ്പിക്കുവാനും വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ കേസ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയ ബില്ലുകളും രേഖകളും ഈ കേസിൽ എന്റെ കക്ഷി മിസ്റ്റർ വിൻസെന്റ് ഗോമസിനെ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകളല്ല എന്ന് ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തായ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്റെ ഏറ്റവും വിശ്വസ്ത അസിസ്റ്റന്റായ ആൻസിയും കൂട്ടുപിടിച്ച് അരങ്ങേറുന്ന ഒരു നാടകമാണ് ഈ ഫയൽ മോഷണ കഥയെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ഓർമ്മപ്പെടുത്തുകയാണ്. പറയൂ, വിൻസെന്റ് ഗോമസ് നിനക്ക് പണം തന്നോ? വിൻസെന്റ് ഗോമസിന് നിങ്ങൾ ഇതിനു മുമ്പ് അറിയുമോ? ഇല്ല സർ, ഈ കോടതിയിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ നാടകം നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്.
Come on, boy, come on. വെങ്കടാചലത്തിന്റെ ഫയല്. എനിക്കൊന്നും അറിയില്ല സർ, പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയാണ്. പഠിക്കാൻ സാർ, എന്ത് ചെലവ് വന്നാലും നാളെ തന്നെ ആ പെൺകുട്ടിയെ ജാമ്യത്തിൽ ഇറക്കണം. ശരി സാർ. ജാമ്യാപേക്ഷ തള്ളുവെന്നാ ഞാൻ കരുതിയത്. സത്യം എന്നായാലും ജയിക്കും മോളെ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ അങ്ങ് മന്ദിരത്തിലോട്ട് വിളിച്ചോണ്ട് പോണോന്ന് ഓർത്തതാ ഞാൻ. പിന്നെ ആലോചിച്ചപ്പോ എന്തിനാ, പേടിച്ചോടിയാണെന്ന് ആളുകൾ പറയും. കേസിന്റെ വിധി അതിപ്പോ എന്തായാലും ജോലി പോകുമെന്നുള്ള ഉറപ്പാ അല്ലയോ? ആ സാരമില്ല, വേറെ കിട്ടും. അല്ല, നിനക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ എന്താ? അതൊക്കെ വലിയ ചെലവാ. ബുക്കും എസ്റ്റാബ്ലിഷ്മെന്റും ഒരുപാട് കാശാവും. ഈ അവസ്ഥയിൽ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. പരീക്ഷകൾ ഉണ്ടായി എന്ന് വെച്ച് ദൈവത്തെ മറക്കണ്ട. അല്ല, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ പോയാ കടവ് വരെയുള്ള ബസ് കിട്ടും, നടക്കാതെ കഴിക്കുകയും ചെയ്യാം. ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട അവനെ, എനിക്കിന്ന് ഒരു നേരമാണ്. ഇരിക്കട്ടെ, ഒരുപാട് ആവശ്യങ്ങൾ കാണും. ആൻസിയുടെ ഫ്ലാറ്റ് ഏതാ? ഇത് തന്നെയാണ്. വിൻസെന്റ് ഗോമസ്. ആരാണ് അയാൾ? ജീവിതത്തിൽ ആദ്യമായി ഞാൻ അയാളെ കാണുന്നത് അന്ന് ആ കോടതി വരാൻ വെച്ചാണ്. നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം കളിച്ച് ബലിയാടാക്കാൻ എന്നെ കണ്ടുള്ളൂ. വീതം ഞാൻ ചോദിക്കുമെന്നോർത്ത് നീ വിഷമിക്കണ്ട. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാ. അവൻ എത്ര രൂപ തന്നു നിനക്ക്? ആപത്തിൽ സഹായിക്കുന്നവരെ മറക്കാത്തവനാണവൻ. ആശ്രിത വത്സലൻ. ആ വാത്സല്യം നിങ്ങളും കുറച്ച് അനുഭവിച്ചതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ട്. ഇത്രയും കാലം അനങ്ങാതിരുന്നിട്ട് ഞാനൊരു കരപറ്റിയപ്പോ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. പ്രതികാരം ചെയ്യാൻ വേണ്ടിയുള്ള പകയൊന്നും എന്റെ മനസ്സിലില്ലല്ലോ.
ആരെ മമ്മി അയാള്? മമ്മി എന്തിനാ അയാള് വഴക്ക് പറഞ്ഞ? ചുമ്മാ. ആ മോനെ, ഇതെല്ലാം ശരിക്കും വായിച്ചോ? ഉം? ഉം. സർക്കാരിന്റെ ഹോം മിനിസ്റ്ററുടെയും ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന ജൂനിയറിനെ എനിക്ക് ഏതായാലും വേണ്ട. ഐ എം സോറി ആൻസി. തൽക്കാലം ഒരു അസിസ്റ്റന്റിനെ കൂടെ അഫോർഡ് ചെയ്യാനുള്ള നിവൃത്തി എനിക്കില്ല. ഇപ്പൊ തന്നെ ഓവർലോഡാ. തന്നെയുമല്ല, വെങ്കിടാചലവും ഞാനും തമ്മിൽ നല്ല ടേംസിലാ. എന്തിനാ വെറുതെ